ഇന്ന് നമുക്ക് എന്താണ് കണ്ണിലെ ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വെറും 2 മിനിറ്റ് ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യണം. നമ്മുടെ കണ്ണുകൾ ഒരു ക്യാമറ പോലെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ ഫോണിലെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് ഈ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോ കണ്ണുകൾക്കും കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയെ നമ്മൾ വിഷ്വൽ ഫീൽഡ് എന്ന് വിളിക്കാം. പക്ഷേ നമ്മുടെ കണ്ണിനൊരു പ്രശ്നമുണ്ട്. ഇതെൻ്റെ കണ്ണാണെന്ന് വിചാരിക്കുക. ഈ കണ്ണിനുള്ളിലേക്ക് ലൈറ്റ് റേസ് വന്ന് വീഴുമ്പോൾ ഈ ലൈറ്റ് റേസിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ണിനുള്ളിൽ ഒരുപാട് സെല്ലുകളുണ്ട്. ഈ സെല്ലുകളെയാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഈ ലൈറ്റിനെ ഒരു ഇലക്ട്രിക് കറണ്ട് ആക്കി മാറ്റും. ഈ ഇലക്ട്രിക് കറണ്ടിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണിൽ നിന്നും ഒരു ഞരമ്പ് ഇതുപോലെ ബ്രെയിനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഈ ഞരമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ണിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ലൈറ്റ് റിസപ്റ്റേഴ്സ് എല്ലാം ആബ്സെന്റ് ആണ്. സോ നമ്മുടെ കണ്ണിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഞരമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. ക്യാമറയിൽ ഞാനൊരു വൈറ്റ് പേജിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ. എന്നാൽ ഇതുപോലെ ആയിരിക്കും എൻ്റെ കണ്ണിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ. നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് 2 കണ്ണുകൾ ഉള്ളതുകൊണ്ട് ഈ 2 കണ്ണുകളുടെയും ബ്ലൈൻഡ് സ്പോട്ട് ഒരേ പൊസിഷനിലല്ല. നമ്മുടെ 2 കണ്ണിൻ്റെയും ഫീൽഡ് ഓഫ് വ്യൂവിനെ കമ്പൈൻ ചെയ്ത് ബ്രെയിൻ ഒന്നാക്കി കാണിക്കുന്നതുകൊണ്ട് നേരെ നോക്കുന്ന പൊസിഷനിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വശങ്ങളിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഫീൽ ചെയ്യും. ഇനി ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ സൈഡ് മിററിൽ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാഹനത്തിന് പിന്നിലേക്കുള്ള വലിയൊരു ഏരിയനെ മുഴുവനും നമുക്ക് ഈ കണ്ണാടിയിൽ കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു ഏരിയയുടെ ചെറിയൊരു കംപ്രസ്ഡ് വേർഷൻ ആയിരിക്കും നമ്മൾ കാണുന്ന നമ്മുടെ മിററിലെ ഇമേജ്. നോർമൽ സൈഡ് വ്യൂ മിറേഴ്സ് ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിലെ ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ ഈ ഒരു മിററിൽ നമുക്ക് മിസ്സാവും. പക്ഷേ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയനെ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ വശങ്ങളിലും പിന്നിലേക്കുമുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും ഈ മിററിലൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ സൈസിൽ വലിയൊരു ഫീൽഡ് ഓഫ് വ്യൂ ഈ മിറർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബൈ.